കുട്ടികളുടെയൊക്കെ 10ാം ക്ലാസ്സിലെയും +2ൻ്റെയൊക്കെ റിസൾട്ടുകളൊക്കെ വന്ന് എല്ലാവരും ചില്ലറ സന്തോഷത്തിലും അതിലേറെ ആശങ്കയിലുമൊക്കെയാണെന്നറിയാം. കുട്ടികളുടെ അടുത്ത അഡ്മിഷൻ എല്ലാവർക്കും അഡ്മിഷൻ കിട്ടുമോ, ഇഷ്ടമുള്ള സബ്ജക്റ്റ് തന്നെ കിട്ടുമോ, അടുത്തുള്ള സ്കൂളിൽ കിട്ടുമോ, അല്ലെങ്കിൽ അടുത്തുള്ള കോളേജിൽ കിട്ടുമോ, എൻജിനീയറിങ്ങിന് തന്നെ കിട്ടുമോ, അതോ മെഡിസിന് കിട്ടുമോ, അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ആയിട്ട് രക്ഷകർത്താക്കളും കുട്ടികളും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നൊരു സമയമാണ്. ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, എല്ലാ തലമുറയിലും ഇത്തരത്തിലുള്ള ആശങ്കകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളുടെയൊക്കെ തലമുറയിൽ ഇതൊരു നിയന്ത്രണം ഉള്ളൊരളവിലായിരുന്നു. അത് കഴിഞ്ഞ് കുറേശ്ശെ കഴിഞ്ഞു വന്നപ്പോൾ ഇതൊരു നിയന്ത്രണവും ഇല്ലാത്ത ലെവലിലായി. മെഡിസിനോ എൻജിനീയറിങ്ങിനോ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ ജീവിതം തന്നെ അവസാനിച്ചു എന്നുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പം ഒരുപാട് നമ്മൾ മുന്നേറി കഴിഞ്ഞു. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് മുമ്പത്തെ തലമുറ, ഞങ്ങളുടെ തലമുറയ്ക്ക് ശേഷവും ഈ തലമുറയ്ക്ക് മുമ്പായിട്ടുണ്ടായിരുന്ന ഒരു തലമുറ കിട്ടിയ പൈസയെല്ലാം കൊടുത്ത് മക്കളെയൊക്കെ എൻജിനീയറും ഡോക്ടറും അയക്കാനായിട്ട് പെടാപ്പാട് പെട്ടതിൻ്റെ ഒരു ചെറിയ പ്രതിസന്ധി സമൂഹത്തിലുണ്ടെന്നേ ഉള്ളൂ. കാര്യം നമ്മുടെ നാട്ടിൽ എൻജിനീയറിംഗ് ജോലി ഇഷ്ടമല്ലാത്ത ഒരുപാട് എൻജിനീയർമാർ ഇപ്പോഴുണ്ട്. നമ്മൾ ഏത് ബാങ്കിൽ ചെന്ന് നോക്കിയാലും ബാങ്കിലെ സ്റ്റാഫുകളായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം പേരും ഏതെങ്കിലുമൊക്കെ എൻജിനീയറിംഗ് ഡിഗ്രി ഉള്ളവരാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. അതിലുപരി സർക്കാർ ജോലിയുടെ വിവിധ തസ്തികകളിലും സ്വകാര്യ ജോലികളിലുമൊക്കെ എൻജിനീയറിംഗ് ഡിഗ്രി ഉള്ളവർ ഏത് ജോലിയും ചെയ്യാൻ തയ്യാറായിട്ട് വന്ന് നിൽക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. കാര്യം മക്കളെയൊക്കെ എൻജിനീയറാക്കി മാറ്റുവാനുള്ള അത്യാർത്തിയിൽ നാട്ടിൽ കൂണ് പോലെ തുറന്ന, കോഴിക്കൂടുകൾ പോലെ തുറന്ന എൻജിനീയറിംഗ് കോളേജുകളിലേക്ക് കുട്ടികളെ കാശെല്ലാം കൊടുത്ത് പറഞ്ഞയച്ച് പഠിപ്പിച്ച് പാസ്സാക്കി എടുത്തിട്ട് ആ ജോലി ഇഷ്ടമില്ലാത്ത, ആ ജോലി ചെയ്യാനായിട്ട് മനസ്സില്ലാത്ത കുട്ടികൾ മറ്റ് ജോലികളിലേക്ക് തിരിഞ്ഞു പോയപ്പോൾ ഒന്നും ചെയ്യാനാകാതെ നോക്കിയിരിക്കുന്ന രക്ഷകർത്താക്കളുടെ ഒരു തലമുറ ഇപ്പോഴും ഉണ്ട്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അത്രയും അങ്ങനെ അല്ല കേട്ടോ. കുറേയെങ്കിലും കുട്ടികൾക്ക് സ്വന്തം ഇഷ്ടത്തിന് പഠിക്കാനുള്ള സ്വാതന്ത്ര്യവും അനുവാദവും ഒക്കെ ഇപ്പോഴത്തെ രക്ഷകർത്താക്കൾ കൊടുക്കുന്നുണ്ട്. തങ്ങളുടെ മക്കൾ ഇന്നതാകണം എന്നുള്ള തങ്ങളുടെ വാശിയേക്കാൾ വലുതാണ് മക്കളുടെ ഇഷ്ടമനുസരിച്ച് അവർക്ക് താല്പര്യമുള്ളത് അവിടെ ആയിക്കോട്ടെ എന്നാഗ്രഹിക്കുന്ന മാതാപിതാക്കളുടെ എണ്ണത്തിലുള്ള വർധന. അതെന്തായാലും നല്ലൊരു ലക്ഷണമാണ്. ഇപ്പോൾ റിസൾട്ടൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം, എൻ്റെയൊക്കെ കാലത്തെ റിസൾട്ട് എന്ന് പറയുമ്പോൾ 55%, 60% ഒക്കെ വിജയ ശതമാനം ഉണ്ട് എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. ഇപ്പോൾ 99 അതിന് മേളിലുമൊക്കെ വിജയ ശതമാനത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയപരമായിട്ടും മറ്റ് പല തരത്തിലുള്ള എതിരഭിപ്രായങ്ങളും തർക്കങ്ങളും വാഗ്വാദങ്ങളും ഒക്കെ നടക്കുമെങ്കിലും ഇപ്പോഴുള്ള കുട്ടികളൊക്കെ നമ്മുടെ ജനറേഷനേക്കാളുമൊക്കെ വളരെ വളരെ ബെറ്ററാണ്. കാര്യം അവർക്ക് ഈ മാർക്ക് കിട്ടുന്നതൊക്കെ ആരും വാരിക്കോരി കൊടുക്കുന്നതല്ല, അവരധ്വാനിച്ച് നേടിയെടുക്കുന്നതാണ് എന്ന് സമ്മതിച്ചു കൊടുക്കാൻ മനസ്സില്ലാത്ത ഒരു തലമുറയുടെ നിലവിളികളാണ് ഈ 99% അതിന് മേളിലുള്ള വിജയ ശതമാനത്തിന് മേളിൽ കയറിയിട്ടുള്ള ചില്ലറ ഗോഗ വിളികളും ആക്രോശങ്ങളും. ശരിക്കും ഇതൊന്നുമല്ല സംസാരിക്കാൻ വന്ന കാര്യം. വേറെ ചില കാര്യങ്ങൾ മറ്റ് ചില കുട്ടികളെ കുറിച്ചൊക്കെയാണ്. കഴിഞ്ഞൊരു ദിവസം പത്രത്തിൽ വായിച്ചൊരു വാർത്തയുണ്ട്, ഞെട്ടലോടെ വായിച്ചൊരു വാർത്തയാണ് കേട്ടോ. ഇടുക്കിയിലെ കല്ലാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുറച്ച് കുട്ടികളെ വ്യാജക്കള്ള് നിർമ്മിച്ചതിന് അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അവരെ കൗൺസിൽ ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഭീകരമായ രീതിയിൽ എഴുതിയ ഒരു പത്രവാർത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലീസും എക്സൈസും ആ നാട്ടിലെ RTOയും പിന്നെ അവിടുത്തെ ജനസംരക്ഷണ സമിതിയോ നാട്ടുകാരോ സ്കൂൾ PTO ഒക്കെ സംഘടിപ്പിച്ച് സ്കൂളിൽ വലിയ മീറ്റിങ്ങുകളൊക്കെ കൂടി സ്കൂൾ സംരക്ഷണ സമിതിയൊക്കെ ഉണ്ടാക്കി കുട്ടികളെയൊക്കെ സംരക്ഷിക്കാൻ പോകുന്ന തരത്തിലേക്കൊക്കെ വലിയ ചർച്ചകളും ഊഹാപോഹങ്ങളും കിംവദന്തികളും ഒക്കെ പരന്ന് ഒരു വലിയ പ്രതിസന്ധിയിലായ ഒരു വാർത്തയാണ്. ശരിക്കും അന്ന് ആ വാർത്ത വായിച്ചപ്പോൾ എനിക്കും കുറേ വിഷമവും സങ്കടമൊക്കെ തോന്നിയിരുന്നു. എന്താ ഈ പുതിയ കുട്ടികളൊക്കെ ഇങ്ങനെ വഴിതെറ്റി പോകുന്നത്? അവർ ഡ്രഗ്സ് ഉപയോഗിക്കുന്നു, ചെറിയ ക്ലാസ്സിലെ കുട്ടികളൊക്കെ സ്വന്തമായിട്ട് കള്ളൊക്കെ ഉൽപ്പാദിപ്പിച്ച് കുടിക്കാൻ മാത്രം ശേഷിയിലേക്കൊക്കെ വളർന്നു എന്നൊക്കെ ചിന്തിച്ചിരുന്നു. ഇന്നാണ് ആ വാർത്തയുടെ ഒരു നിജസ്ഥിതി ഉള്ള മറ്റൊരു വാർത്ത ഞാൻ വായിച്ചത്. ആ വാർത്ത എഴുതിയത് എൻ്റെ ഒരു പൂർവ്വ അധ്യാപകനാണ്, MV സന്തോഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം വർക്ക് ചെയ്യുന്ന മാധ്യമത്തിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള വിവരങ്ങൾ അതിൽ എഴുതിയിരുന്നു. ആ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി തന്നെയായ മറ്റൊരു മാധ്യമ പ്രവർത്തകൻ ഇതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിച്ച് ഈ വാർത്തയിലെ വസ്തുതകളൊക്കെ വെളിച്ചത്ത് വന്നുകൊണ്ടിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം ഈ വാർത്ത എഴുതിയിരിക്കുന്നത്.
ഈ കുട്ടികൾ ഒരു ശാസ്ത്ര കൗതുകത്തിന് വേണ്ടി ചെയ്ത ഒരു പരിപാടിയാണ് വലിയ കള്ളുവാറ്റ് വ്യവസായമാക്കി നമ്മുടെ മാധ്യമങ്ങൾ മാറ്റിയത്. കഞ്ഞിവെള്ളവും പഞ്ചസാരയും കുറച്ച് ഈസ്റ്റും നാരങ്ങ നീരും കൂടെ കലർത്തി ഈ കുട്ടികൾ കുപ്പികൾക്കുള്ളിൽ നിറച്ചു വെച്ചു. യൂട്യൂബിൽ കണ്ട ഒരു ശാസ്ത്ര പരീക്ഷണമാണ്. ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിലെ കുപ്പി വീട്ടിലിരുന്ന് പൊട്ടിയത് കാരണം വീട്ടുകാരറിഞ്ഞ് ഇതിൻ്റെയൊക്കെ നാറ്റമൊക്കെ കാരണം കുട്ടികളെ താക്കീത് ചെയ്യുകയും അവരെ പറഞ്ഞയക്കുകയൊക്കെ ചെയ്തു. ഈ കുട്ടികൾ ഈ പരീക്ഷണം അവിടെ നിർത്താതെ വീണ്ടും ഇത് ആവർത്തിക്കുകയും ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഒരു കുപ്പി സ്കൂളിൽ കൊണ്ടുവരികയും ഇതിൻ്റെ അടപ്പ് തുറന്ന് സ്കൂൾ മുഴുവൻ ഈ ഒരു വാട, ഈ അടച്ചു വെച്ചിരുന്ന ഈസ്റ്റും പഞ്ചസാരയും കഞ്ഞിവെള്ളവും നാരങ്ങയും ഒക്കെ ചേർന്ന മിശ്രിതത്തിൻ്റെ വാട സ്കൂൾ മുഴുവൻ പരക്കുകയാണ് ഉണ്ടായത്. കുട്ടികളുടെ ശാസ്ത്രത്തോടുള്ള അല്ലെങ്കിൽ ഈ ഒരു ശാസ്ത്ര പരീക്ഷണത്തോടുള്ള ഇഷ്ടം മനസ്സിലാക്കുന്നതിന് പകരം അധ്യാപകരും ആ സ്കൂളിലെ PTA-യും ഈ കുട്ടികളെ രക്ഷകർത്താക്കളും ഒക്കെ ചേർന്നിട്ട് ഈ വിഷയം മറ്റൊരു തലത്തിലേക്ക് എത്തുകയും മാധ്യമങ്ങളെ കയ്യിൽ കിട്ടിയതോടുകൂടി ഇവരൊരു വലിയ കള്ള് വ്യവസായികളായി മാറുകയൊക്കെയാണ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ നടത്തിയ ആ കൗതുകകരമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു പരീക്ഷണത്തെ അവരുടെ കൗതുകം കഴിയുന്നത് വരെ അല്ലെങ്കിൽ അതൊരു മറ്റൊരു ശാസ്ത്രീയ അടിത്തറ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിലേക്കൊരു ഘട്ടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് പകരം ആ കുട്ടികൾ എന്തോ വലിയ അപരാധം ചെയ്തു എന്നുള്ള തരത്തിൽ എല്ലാവരും കൂടെ ചാക്കോ മാഷ് കളിച്ച് കുട്ടികളുടെ ജീവിതം കോഞ്ഞാട്ടയാക്കിയോ എന്ന് ഇനി വരുന്ന സമയത്ത് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. എക്സൈസിൻ്റെ നേതൃത്വത്തിലോ പോലീസിൻ്റെയോ RTOയുടെയോ ഒക്കെ നേതൃത്വത്തിൽ ഈ കുട്ടികളെ വളഞ്ഞിട്ട് കൗൺസിൽ ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെയാണ് വായിച്ചറിഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണോ കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് എന്ന് നമ്മുടെ വിദ്യാഭ്യാസ വിദഗ്ധരും വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. വിദേശ രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ രീതികളെയും അവിടെ കുട്ടികളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവരെ വിദ്യകൾ അഭ്യസിപ്പിക്കാനുള്ള ആ ഒരു സമ്പ്രദായങ്ങളെയൊക്കെ നമ്മുടെ നാട്ടിലെ കൊണ്ടുവന്ന് പരീക്ഷിച്ച് കുട്ടികളിൽ വിജയങ്ങൾ ഉണ്ടാക്കി കുട്ടികളെ പുതിയ തരത്തിൽ വാർത്തെടുക്കാനുള്ള വലിയ വലിയ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്ന വിദഗ്ധരൊക്കെയാണ് നമ്മുടെ വിദ്യാഭ്യാസ വിഭാഗങ്ങളിലൊക്കെ ഉള്ളത്. അപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ ഒരു കൗതുകം കാണിച്ചെങ്കിൽ ശരിക്കും അവർക്ക് കള്ളുവാറ്റി കുടിക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിരിക്കില്ല ഈ കുട്ടികൾക്ക് ഉണ്ടായിരുന്നിരിക്കുക. അവർ യൂട്യൂബിൽ കണ്ട ഒരു ശാസ്ത്ര പരീക്ഷണം അവരൊന്ന് ചെയ്തു നോക്കിയതാണ്. അങ്ങനെ ഒരു ശ്രമം നടത്താനുള്ള കുട്ടികളുടെ ആ ഒരു ശാസ്ത്ര കൗതുക വാസനയെ ആ തരത്തിൽ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടിയിരുന്നത്. ശാസ്ത്ര കുതുകികളായ ആ കുട്ടികളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. 2 കുട്ടികളുടെ കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ പരിപാടി ഇന്നിവിടെ അവസാനിപ്പിക്കാം. ആദ്യത്തെ കുട്ടി എൻ്റെ ഏറ്റവും അടുത്തൊരു പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ മകനാണ്. ഇപ്പോൾ അവൻ +2 പരീക്ഷ പാസ്സായിരിക്കുകയാണ്. ഒരു വിഷയത്തിന് മാത്രം A+ കിട്ടിയില്ല, ബാക്കി എല്ലാത്തിനും അവന് A+ ഉണ്ട്. ഒരു ദിവസം രാത്രി പുള്ളിക്കാരി എന്നെ ഫോൺ ചെയ്തു, ഇവനെ കൊണ്ട് വലിയ പ്രശ്നമാണ്. ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം? അവൻ ഈ നാട്ടിലെ പിള്ളേരുടെ പേരൊക്കെ വെച്ച് ഫ്ലെക്സ് അടിക്കാനായിട്ട് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ അടുത്ത് പിരിവിന് നടക്കുകയാണ്. ഞാൻ പറഞ്ഞു പിള്ളേരുടെ ഒരു സന്തോഷമല്ലേ, അവർ പിരിവൊക്കെ എടുത്തിട്ട് ഫ്ലെക്സൊക്കെ അടിച്ച് വെക്കട്ടെ. നീ കണ്ടില്ലേ പത്രത്തിലൊരു പയ്യൻ അവൻ SSLC പാസ്സായി എന്ന് പറഞ്ഞിട്ട് കുറച്ച് മാർക്കുള്ളൂ, പക്ഷെ ജസ്റ്റ് പാസ്സാണ്. പക്ഷെ എങ്കിലും അവൻ്റെ സന്തോഷം അവൻ സ്വന്തമായിട്ട് ഫ്ലെക്സ് അടിച്ച് ജംഗ്ഷനിൽ സ്ഥാപിച്ച് ആഘോഷിച്ച് നീ അറിഞ്ഞില്ലേ? അതുപോലെ അവനും ആഘോഷിക്കട്ടെ. ഇത് അവൻ്റെ പടം വെച്ച് അടിക്കാനൊന്നുമല്ല, ഇത് മുഴുവൻ A+ കിട്ടിയ കുട്ടികളുടെ മാത്രം ഫോട്ടോ വെച്ചിട്ട് ഫ്ലെക്സ് അടിച്ച് വെക്കാനുള്ള പരിപാടിയാണ്. ഞാൻ പറഞ്ഞു അതിനെന്താടി, അവൻ വെച്ചോട്ടെ, ഫ്ലെക്സ് വെച്ചോട്ടെ, ഒരു നല്ല കാര്യമല്ലേ. അത് അവൻ്റെ ഫോട്ടോ അതിലില്ലല്ലോ. ഞാൻ പറഞ്ഞു അതിനെന്താ പ്രശ്നം? ഇത് തന്നെ അവനും പറയുന്നത്, അമ്മ എൻ്റെ ഫോട്ടോ ഇല്ലെങ്കിൽ എന്താ, എൻ്റെ കൂട്ടുകാരുടെ ഫോട്ടോ ഉണ്ടല്ലോ, ഞാൻ അവിടെ ഫ്ലെക്സ് വെക്കുന്നതിന് അമ്മയ്ക്ക് എന്താണെന്ന് അവൻ എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു ശരിയല്ലേടി അവൻ ചോദിച്ചത്. അവൻ്റെ ഫോട്ടോ വയ്ക്കുന്നതിനേക്കാൾ സന്തോഷം അവൻ്റെ കൂട്ടുകാരുടെ വിജയത്തിൽ അല്ലെങ്കിൽ ആ കൂട്ടുകാരുടെ ഫോട്ടോ വെച്ച് ഫ്ലെക്സ് അടിക്കുന്നതിൽ അവന് കിട്ടുകയാണെങ്കിൽ അവൻ്റെ മനസ്സിനെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്, അതിൽ നീ അഭിമാനിക്കുകയല്ലേ വേണ്ടത്. നിന്റെ കുട്ടി ഇത്രയും നല്ലൊരു കുട്ടിയാണെന്നുള്ളതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. ഇത് ഇങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്ക്. ഇതൊക്കെ എന്തോരു കുട്ടികളാണോ, നിന്നെപ്പോലെ കുറേ രക്ഷകർത്താക്കളൊന്നും പറഞ്ഞിട്ട് അവൾ ഫോണ് കട്ട് ചെയ്തിട്ട് പോയി. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്ത് നല്ല കുട്ടിയാണവൻ. കാര്യം സ്വന്തം വിജയത്തിലുപരി സ്വന്തം സുഹൃത്തുക്കളുടെ വിജയം ആഘോഷിക്കാനുള്ള ആ മനസ്സുണ്ടല്ലോ, അതൊക്കെ ഈ തലമുറയുടെ കുട്ടികളുടെ ഒരു പ്രത്യേകതയാണ്. അതിനെ അങ്ങനെ തന്നെ കാണണം, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും വേണം. മറ്റൊന്ന് ഒരു പെൺകുട്ടിയാണ്. അതെൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോളാണ്. അവൾ 10ാം ക്ലാസ്സുകാരിയാണ്. റിസൾട്ട് വന്നു. അവൾക്ക് ഒന്നിനും Aയോ A+ ഒന്നുമില്ല, എല്ലാം Bയും Cയും ഒക്കെയാണ്. B+C+ ആ ഒരു കാറ്റഗറിയാണ്. പക്ഷേ പ്രശ്നം ഇതൊന്നുമല്ല. അവൾ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടിയാണ്,
പല പല കാര്യങ്ങൾക്കും നമ്മൾ ചിന്തിക്കുന്നതിൽ കൂടുതൽ അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന കുട്ടിയാണ്. എന്തുകൊണ്ടോ അവൾക്ക് ഈ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു പോയി. അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, അവൾ അമ്മയുടെ നിന്ന് അടിയൊക്കെ വാങ്ങിയിട്ട് അവളുടെ മുറിയിലിരിപ്പുണ്ട്. അവളുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. തലങ്ങും വിലങ്ങും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവളുടെ ചെന്ന് മക്കളെ എന്തൊക്കെയുണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമുള്ള കുട്ടിയാണ്. ആ അങ്കിളെ സന്തോഷമാണ്, പക്ഷേ അങ്കിൾ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം, എനിക്ക് സയൻസ് എടുത്ത് +2 പഠിച്ചാൽ മതി, അച്ഛനും അമ്മയും സമ്മതിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ എന്താ മക്കളെ ഈ മാർക്ക് വെച്ചിട്ട് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ടായിരിക്കില്ലേ അവരിങ്ങനെ പറയുന്നത്. അത് എനിക്ക് അറിയേണ്ട അങ്കിളെ, ഞാൻ പഠിക്കാഞ്ഞിട്ടല്ല, എന്തോ എനിക്ക് മാർക്ക് കുറഞ്ഞു പോയി, പക്ഷേ എനിക്ക് എൻവയോൺമെൻറ്റൽ സയൻറ്റിസ്റ്റ് ആവണം, എനിക്കതിന് സയൻസ് പഠിച്ചേ പറ്റൂ. അതുകൊണ്ട് അങ്കിൾ എങ്ങനെയെങ്കിലും എൻ്റെ അച്ഛനും അമ്മയും കൺവിൻസ് ചെയ്തിട്ട് ഏതെങ്കിലും സ്കൂളിൽ കാശ് കൊടുത്തിട്ടായാലും എനിക്ക് സയൻസിന് അഡ്മിഷൻ വാങ്ങിച്ച് താ അങ്കിളെ, ഞാൻ പഠിച്ചോളാം അങ്കിളെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവരോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ കാശൊക്കെ ഉണ്ട്, അഡ്മിഷൻ പ്രൈവറ്റ് സ്കൂളിലൊക്കെ വാങ്ങിക്കൊടുക്കാൻ അവർക്ക് പറ്റും, പക്ഷെ അവർക്ക് എന്തോ കോൺഫിഡൻസ് പോയി കുട്ടിയോട്. ഞാൻ പറഞ്ഞു, എടാ അങ്ങനെ ചിന്തിക്കണ്ട, അവൾ പഠിക്കുമെന്നല്ലേ അവൾ പറയുന്നത്. ഇവിടെ ഈ മാർക്ക് വെച്ചിട്ട് ഞാൻ ആരെങ്കിലുമൊക്കെ കാല് പിടിച്ച് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്ത് ഇവളിനി അവിടെ പോയിട്ട് ഒന്നും പഠിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇനി വല്ല ഹ്യൂമാനിറ്റീസോ കോമേഴ്സോ എന്തെങ്കിലും പഠിച്ചിട്ട് അവൾ ഉള്ള മാർക്ക് വാങ്ങട്ടെ, നമുക്ക് അങ്ങനെ എങ്ങനെ ഇവളെ തിരിച്ചു വിടാം. ഞാൻ പറഞ്ഞടാ, ഇപ്പോഴത്തെ പല കുട്ടികൾക്ക് എന്താവണമെന്ന് നല്ല ധാരണയോടുകൂടി പഠിക്കുന്ന കുട്ടികളാണ്. ഇപ്പോൾ അവളുടെ എന്തോ സാഹചര്യം കൊണ്ട് ഇപ്പോൾ മാർക്ക് കിട്ടിയില്ല എന്നേ ഉള്ളൂ. ഇപ്പോൾ അവൾക്ക് +2 നന്നായി സ്കോർ ചെയ്യാൻ അവൾക്ക് കഴിയും, അവൾക്കൊരു ലക്ഷ്യബോധമുണ്ട്. നീ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ പഠിപ്പിച്ചിട്ട് നാളൊരു സമയത്ത് അവൾക്ക് അവളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അന്ന് അവളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ മറുപടി പറയേണ്ട കളിയാ. അതുകൊണ്ട് നീ എങ്ങനെയും അഡ്മിഷൻ വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടി കയറി വന്നിട്ട് ചോദിച്ചു, അങ്കിളെ എല്ലാവരും A+ വാങ്ങിയവർ മാത്രമാണ് നമ്മുടെ നല്ല ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും സയൻറ്റിസ്റ്റുകളുമായിട്ടൊക്കെ ഇരിക്കുന്നത്. സാധാരണ പോലെ പഠിച്ചു വന്ന എത്ര പേർ ഇന്ന് ഉന്നതമായിട്ടുള്ള സ്ഥാനത്ത് ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ എന്താ ഇവർക്ക് മനസ്സിലാകാത്തത്? അടുത്ത ചോദ്യം അവൾ ചോദിച്ചത്, അങ്കിളെ മൈക്കൽ ഫാരഡയെ കുറിച്ച് അങ്കിളിന് അറിയില്ലേ? പുള്ളിക്കാരന് എന്തെങ്കിലും അക്കാദമിക് യോഗ്യത ഉണ്ടായിട്ടാണോ പുള്ളി ഇത്രയും വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിച്ചത്? ഇന്ന് ലോകം മുഴുവൻ പുള്ളി ആരാധിക്കുകയും ബഹുമാനിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നില്ലേ? അപ്പം മൈക്കൽ ഫാരഡയുടെ അച്ഛനും അമ്മയും ഒക്കെ പുള്ളിക്ക് വലിയ മാർക്കില്ലാത്ത ഒരാളാണെന്ന് കരുതി ഉപേക്ഷിച്ച് കളഞ്ഞെങ്കിൽ പുള്ളിയെ പോലെ ഒരാളുണ്ടാവുമായിരുന്നു അങ്കിളെന്ന് ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഷോക്കായിപ്പോയി. അവൾ എത്രമാത്രം അവളുടെ പൊസിഷനെ അല്ലെങ്കിൽ അവൾ ആകാൻ ആഗ്രഹിക്കുന്ന അവളുടെ ലക്ഷ്യത്തെ ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്ന് അവളുടെ ഈ ഒരൊറ്റ ചോദ്യം കൊണ്ട് എനിക്ക് മനസ്സിലായി. അവൾ നിർത്താനായിട്ട് ഭാവമില്ല. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, അങ്കിളെ APJ അബ്ദുൽ കലാം നമ്മളെയൊക്കെ സ്വപ്നം കാണണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച പ്രസിഡന്റ് അല്ലേ? പുള്ളി എത്ര ക്ലാസ്സിൽ എല്ലാത്തിനും A+ വാങ്ങി, അല്ലെങ്കിൽ സ്കൂൾ ഫസ്റ്റ് വാങ്ങി, ഫസ്റ്റ് റാങ്ക് വാങ്ങി? ഒന്നിനും വാങ്ങിയിട്ടില്ലല്ലോ. എന്നിട്ട് പുള്ളി ഇന്ത്യയിലെ മിസൈൽ മാൻ ആയില്ലേ, ഇന്ത്യൻ പ്രസിഡന്റ് ആയില്ലേ? പുള്ളി ഇന്ത്യൻ എയർഫോഴ്സിൽ പൈലറ്റ് ആകാനായിട്ട് ടെസ്റ്റിന് എഴുതിയിട്ട് തോറ്റുപോയ ആളല്ലേ? എന്നിട്ട് ഇവരെല്ലാവരും ബഹുമാനിക്കുന്ന അത്രയും വലിയ പദവിയിൽ പുള്ളി എത്തില്ലേ? എന്നിട്ടാണോ അങ്കിളെ ഒരു കുറച്ച് മാർക്ക് കുറഞ്ഞു പോയതിന് ഇവരെന്നെ ഇങ്ങനെ ഉപേക്ഷിച്ച് കളയുന്നത്? ഞാൻ പറഞ്ഞ, മക്കൾ പേടിക്കണ്ട, അച്ഛൻ എങ്ങനെയായാലും അഡ്മിഷൻ മേടിച്ച് തരും, മക്കൾ ധൈര്യമായിട്ട് പഠിച്ചോ. നമ്മുടെ നാട്ടിൽ മക്കളെ പോലൊരു എൻവയോൺമെൻറ്റൽ സയൻറ്റിസ്റ്റിൻ്റെ കുറവുണ്ട്, ആ കുറവ് മക്കൾ നികത്തണം. ഇത്രയും പറഞ്ഞ് അവളുടെ തോളിലൊക്കെ തട്ടിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവൻ ഇറങ്ങി വന്നു, അളിയടത് എങ്ങനെയാടാ ഇവളെ കൊണ്ട് പറ്റുവാടാ? ഞാൻ പറഞ്ഞ അഡ്മിഷൻ വാങ്ങിച്ചോടെ കളിയാ, അവൾ പറന്ന് കേടിക്കോളും. അവളെപ്പോലുള്ള കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ഏത് കുട്ടികളെ പഠിപ്പിക്കാനാടാ നമ്മളൊക്കെ കിടന്ന് ബുദ്ധിമുട്ടുന്നത്? ഒരു കുഴപ്പമില്ല, അളിയൻ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്ക്, അവൾ ഉറപ്പായിട്ട് അവളുടെ ലക്ഷ്യത്തിൽ എത്തും. +2 അളിയനെ ഞെട്ടിക്കുന്ന മാർക്ക് അവൾ വാങ്ങുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇത്രയും ചെയ്തിട്ട് ഞാൻ തിരികെ വന്നു. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇത്തിരി സന്തോഷത്തോടെ വരുന്നത്. അതുകൊണ്ടായിരിക്കും റോഡിൽ കണ്ട ഫ്ലെക്സ് മുഴുവൻ സന്തോഷമായിരുന്നു. SLC പാസ്സായ കുട്ടികളുടെ ഫ്ലെക്സ്, +2 പാസ്സായ കുട്ടികളുടെ ഫ്ലെക്സ്, അതിൽ A+കാർക്ക് പ്രത്യേകം, Aക്കാർക്ക് പ്രത്യേകം, അങ്ങനെ പലതരം ഫ്ലെക്സുകളാണ്. ട്യൂട്ടോറിയൽ കോളേജുകാർ സ്ഥാപിച്ച ഫ്ലെക്സുകളുണ്ട്, സ്കൂളുകാർ സ്ഥാപിച്ച ഫ്ലെക്സുകളുണ്ട്. ഇതുകൂടാതെ തന്നെ എല്ലാ കാറ്റഗറിയിൽപ്പെട്ടവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള ഫ്ലെക്സുകളും ഒക്കെ ഈ കൂട്ടത്തിലുണ്ട്. എന്തായാലും ജനങ്ങൾ ആഘോഷിക്കുകയാണ്, കുട്ടികൾ ആഘോഷിക്കുകയാണ്. സ്വന്തം പടം ഇല്ലെങ്കിലും കുഴപ്പമില്ല, കൂട്ടുകാരുടെ പടം വേണമെന്ന് പറഞ്ഞ് കാശ് പിരിച്ച് ഫ്ലെക്സ് ഉണ്ടാക്കുന്ന കുട്ടിയും നേരത്തെ പറഞ്ഞവൻ വരെ ഈ കൂട്ടത്തിൽ ഫ്ലെക്സ് വെച്ച് അർമാദിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ശാസ്ത്ര പരീക്ഷണം നടത്തിയാൽ കള്ളുവാറ്റുകാരനാണെന്ന് ആക്ഷേപിക്കുകയും സ്വന്തം കൂട്ടുകാരുടെ വിജയം ആഘോഷിക്കാൻ ഫ്ലെക്സ് അടിച്ച് റോഡിൽ വെക്കാൻ പിരിവെടുക്കുന്നവനെ സ്വന്തം കാര്യം നോക്കാൻ അറിഞ്ഞുകൂടാത്തവനെന്ന് പറഞ്ഞ് കളിയാക്കുകയും
എന്തെങ്കിലും കാരണവശാൽ കുറച്ച് മാർക്ക് കുറഞ്ഞു പോയതിൻ്റെ പേരിൽ ഇഷ്ടമുള്ള വിഷയം പഠിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് വലിച്ച് നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ തലമുറയുടെ ഒരു രീതികൾ. അതൊക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞു. ഇപ്പോഴത്തെ കുട്ടികൾക്ക്, ഈ തലമുറയ്ക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധമുണ്ട്. അവർക്കറിയാം അവർക്ക് എന്താണ് വേണ്ടതെന്ന്. നമ്മൾ കൂടെ നടന്നാൽ മതി, അവരെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി. ബിയോ സിയോ ഡിയോ ഒന്നൊന്നും നോക്കണ്ട, ചുമ്മാ തോളിലൊന്ന് തട്ടിക്കൊടുത്താൽ മതി, അവർ കയറിപ്പൊക്കോളും. കുറുകെ കയറി നിന്ന് അവരുടെ മാർഗം തടയാതിരിക്കുക എന്നുള്ള മര്യാദ മാത്രം കാണിച്ചാൽ മതി.